കഴിഞ്ഞ ദിവസം നടന്ന ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ യോഗം വലിയ പൊട്ടിത്തെറിയും ചീറ്റലുമൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് നിന്നിരുന്നവർ ഇപ്പോൾ നാണം കെട്ട് തലതാഴ്ത്തിയ ഒരവസ്ഥയിലാണ്. കേരളത്തിലെ നേതാക്കൾ ഒന്നിനൊന്ന് മെച്ചപ്പെടുന്നൊരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചില നീക്കങ്ങളാണ്. 140 സീറ്റുകൾ ആകെയുള്ള കേരളത്തിൽ UDF അതിൽ എത്ര സീറ്റുകൾ നേടും, അതിൽ തന്നെ കോൺഗ്രസ് ഒറ്റയ്ക്ക് എത്ര സീറ്റുകൾ നേടും, ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യമുണ്ടായിരുന്നത്. അതിലും ഉത്തരം പറയാൻ സന്നദ്ധനായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF 100 സീറ്റ് പിടിക്കുമെന്നും അതിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് 65 സീറ്റുകൾ വരെ ജയിക്കുമെന്നും ഉറപ്പ് നൽകിയിരിക്കുകയാണ് വി ഡി സതീശൻ ഹൈക്കമാൻഡിന് മുന്നിൽ. മറ്റൊരു പ്രധാനപ്പെട്ട ഉറപ്പും പ്രതിപക്ഷ നേതാവ് ഹൈക്കമാൻഡിന് നൽകി. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്ന ഉറപ്പാണ് സതീശൻ നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയാകാൻ താനില്ല എന്ന കാര്യം വി ഡി സതീശൻ ദേശീയ നേതാക്കളെയാണ് അറിയിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് സതീശനോട് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായുള്ളവർ പലരും ഈ യോഗത്തിൽ തന്നെ ഇരിക്കുന്നുണ്ടെന്നും അതിനുശേഷം മതി തൻ്റെ ലക്ഷ്യമെന്നുമൊക്കെ സതീശന്റെ മറുപടി വലിയ രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. നിരന്തരമായ മുഖ്യമന്ത്രി ചർച്ച കൊണ്ട് പാർട്ടിയെ ക്ഷീണിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എന്ന വാക്കുമിണ്ടുന്നതിനു പകരം അതിൽ നിന്നും പിന്മാറുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് കോൺഗ്രസിന്റെ ഇന്നലത്തെ യോഗത്തിലെ ഒരു വിജയം കൂടി. മാത്രമല്ല, വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ താൻ എന്തിനാണ് കഷ്ടപ്പെടുന്നത് എന്നുള്ള മറ്റു നേതാക്കളുടെ ചിന്താഗതിയും ഇതോടുകൂടി ഇല്ലാതാക്കും. പിന്നീട് ആര് മുഖ്യമന്ത്രിയാകണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ സതീശന് തന്നെ നറുക്കു വീഴാനും സാധ്യതയുണ്ട്. കോൺഗ്രസിന് ഒറ്റയ്ക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ പരമാവധി 65 സീറ്റുകളെന്ന് വി ഡി സതീശൻ പറഞ്ഞത് തന്നെ എല്ലാവരെയും ഒന്നിപ്പിച്ചു നിർത്താനും അധികാരമോഹമില്ലാതെ പ്രവർത്തിക്കാനും കൊണ്ടുപോകാനും വേണ്ടിയായിരുന്നു. 90-ലധികം സീറ്റുകളിലാണ്, നമുക്കറിയാം കഴിഞ്ഞ തവണ 93ഓളം സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചിരുന്നത്. 21 സീറ്റുകൾ ഇപ്പോൾ തന്നെ കോൺഗ്രസിനുണ്ട്. സിറ്റിംഗ് സീറ്റുകൾക്കൊപ്പം തന്നെ അധികമായി 44 സീറ്റുകൾ വരെ നേടാനാകുമെന്നും പ്രതിപക്ഷ നേതാവ് കണക്ക് നിരത്തുകയാണ് ഹൈക്കമാൻഡിന് മുന്നിൽ. സംസ്ഥാനത്ത് രാഷ്ട്രീയകാര്യ സമിതിയിൽ സതീശൻ അവതരിപ്പിച്ച് വിവാദമായ അതേ കണക്കുകളാണ് ദേശീയ നേതാക്കൾക്ക് മുന്നിലും വി ഡി സതീശൻ തുറന്നു വച്ചത്. അതിൽ നിന്നും പിന്നോട്ടില്ല എന്ന വ്യക്തമായൊരു സൂചന തന്നെയാണ് സതീശൻ നൽകിയിരിക്കുന്നത്. ഇത് പാർട്ടിക്ക് വേണ്ടി താൻ പിടിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്ന സീറ്റുകളാണ് എന്ന് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകരാണ് അവിടെ ഉണർന്നിരിക്കുന്നത്. പാർട്ടിക്ക് ഗുണകരമാകുന്ന അത്തരം നീക്കങ്ങൾ അവസാനം അംഗീകരിക്കേണ്ടി വരും KPCC നേതൃത്വത്തിന് എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണിത്. A, B, C എന്നീ 3 ക്ലാസുകളായി നിയമസഭാ മണ്ഡലങ്ങളെ തിരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ വി ഡി സതീശൻ C ക്ലാസിനെ B ക്ലാസ് ആക്കാനും അതുപോലെ B യെ A ക്ലാസ് ആക്കാനും പരമാവധി ശ്രമിക്കുമെന്നും ഇതിൽ വ്യക്തമാക്കുന്നു. എന്നാൽ അങ്ങനെ തരംതിരിവ് വേണ്ടെന്നും എല്ലാ മണ്ഡലങ്ങളിലും വിജയമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കണം എന്നുമായിരുന്നു രാഹുൽ ഗാന്ധി ഇതിന് മറുപടിയായി പറഞ്ഞത്. ഇനി രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് വി ഡി സതീശന്റെ കാഴ്ചപ്പാട് നല്ലതല്ല എന്നർത്ഥമില്ല. എല്ലാം ജയിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മത്സരിച്ചിരുന്നത്. പക്ഷേ ഭൂരിഭാഗവും തോറ്റു. അതുകൊണ്ട് തന്നെ വി ഡി സതീശന്റെ കാഴ്ചപ്പാടുകൾക്കും വില നൽകേണ്ടി വരും എന്നുറപ്പാണ്. മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ എന്നുള്ളതല്ല, കാടടച്ച് വെടിവെക്കുന്നതിനേക്കാളും മർമ്മം നോക്കി പൊട്ടിക്കുന്ന വി ഡി സതീശന്റെ ഈ നീക്കം വിജയിച്ച് ഭരണം ലഭിച്ചാൽ അത് വി ഡി സതീശൻ എന്ന നേതാവിന്റെ കൂടി വിജയമായിരിക്കും.